ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സർവകലാശാലകളിൽ ജനാധിപത്യപരമായ രീതിയിൽ നടപടികൾ സ്വീകരിക്കാൻ ചാൻസലർ തയ്യാറാകണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആവശ്യപ്പെട്ടു. കൃത്യമായി മുന്നോട്ട് പോകുന്നൊരു സംവിധാനത്തെ അട്ടിമറിക്കരുതെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിലെ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഗവർണറുടെ രാജി ആവശ്യപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നു. മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ. ഗവർണറെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ അധിപനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരഭിപ്രായം രേഖപ്പെടുത്തിയാൽ താൻ ചെയ്ത പെശകിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനത്തു നിന്ന് ഒഴിയുകയാണ് മാന്യമായി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയും. അത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളൂ. RSSൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ നടത്തുന്ന ഭരണാധികാരികൾ പറയുന്നത് കേട്ടു, ഞങ്ങൾ കാല് കഴുകുന്നതിന് എല്ലാ സ്കൂളുകളിലും പ്രൊട്ടക്ഷൻ കൊടുക്കും. എല്ലാ സ്കൂളുകളിലും കാല് കഴുകുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുത്താൽ സ്കൂളൊന്നും നിയമപരമായി നടത്തിക്കൊണ്ട് പോകുന്ന കാര്യം പ്രയാസമാണ്. സർക്കാരിനോട് കൂടിയാലോചിച്ച് സർക്കാരിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരം ഗവൺമെൻറ് നൽകുന്ന പാനലിൽ നിന്ന് തിരഞ്ഞെടുത്ത് നൽകുകയാണ് ചാൻസലർ ചെയ്യേണ്ടതെന്നും കോടതി വിധി പ്രസ്താവം നടത്തിയിരിക്കുകയാണ്. സർവകലാശാല നിയമങ്ങളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വച്ച കാര്യങ്ങളെ വളരെ മോശമായ നിലയിൽ അവഗണിച്ചുകൊണ്ട് സ്വേച്ഛാപരമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുന്ന രീതി ശരിയല്ല എന്ന് വീണ്ടും വീണ്ടും കോടതി വിധികളിലൂടെ ബഹുമാനപ്പെട്ട ചാൻസലറെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം അത്തരം നടപടികൾ തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് ഖേദകരമാണ്. അതേസമയം സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ നേരത്തെ നൽകിയ 3 അംഗ പാനൽ സർക്കാർ പുതുക്കാൻ സാധ്യതയുണ്ടെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, പറയൂ. ഗുഡ് മോർണിംഗ് എക്സ്കേൻ. എന്തായാലും ഹൈക്കോടതി വിധിയോടുകൂടി സർക്കാരിൻ്റെ വാദം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗം കുറച്ചുകൂടി ശക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങളെല്ലാം വന്നത്. ഇന്ന് എന്തായാലും ഇനി 2 സർവകലാശാലകൾ, അതായത് ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലെയും VC പുറത്തേക്ക് പോകേണ്ടി വരും. ആ സാഹചര്യത്തിൽ ഇവിടെ പുതുതായി സർക്കാർ നൽകുന്ന ലിസ്റ്റിൽ VC നിയോഗിക്കേണ്ടി വരും. താൽക്കാലിക VC ആയിരിക്കും നിയോഗിക്കുക. എന്തായാലും നിലവിൽ KTU സർവകലാശാലയിൽ നേരത്തെ തന്നെ സർക്കാരിൻ്റെ ഒരു ലിസ്റ്റ് നിലവിലുണ്ട്. അതായത് പ്രവീൺ, ജയപ്രകാശ്, വിനോദ് കുമാർ ജേക്കബ് എന്നിവരുടെ ലിസ്റ്റായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത്. ഇതിൽ വിനോദ് കുമാർ ജേക്കബ് ഇപ്പോൾ വിരമിച്ചു കഴിഞ്ഞു. ആ സാഹചര്യത്തിൽ ലിസ്റ്റ് പുതുക്കി നൽകാനാണ് ആലോചന. ഒപ്പം ഡിജിറ്റൽ സർവകലാശാലയുടെ ലിസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. ആ ലിസ്റ്റിൽ മേൽ ഇത്തരത്തിൽ അതിൽ നിന്ന് VC തിരഞ്ഞെടുക്കണമെന്നുള്ള നിർദ്ദേശവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഗവർണർക്ക് നൽകാനാണ് സാധ്യത. എന്തായാലും ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് SFI മാർച്ച് ഉണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 മണിയോടെയാണ് SFIയുടെ മാർച്ച് നടക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ന് യൂണിവേഴ്സിറ്റി പരിസരം രാവിലെ മുതൽ തന്നെ പൂർണ്ണമായി പോലീസ് വലയം തീർത്തു കഴിഞ്ഞു. പൂർണ്ണമായി പോലീസ് സുരക്ഷയിലാണ് കേരള യൂണിവേഴ്സിറ്റി. അതേസമയം ഇന്നത്തെ മാർച്ച് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങില്ല എന്നുള്ളതാണ് SFI പ്രവർത്തകർ പറയുന്നത്. കാരണം മുൻ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ VC അടക്കം വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കാരണം വിദ്യാർത്ഥികൾ തന്നെ ആക്രമിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താത്തത് എന്നുള്ള ന്യായീകരണമെല്ലാം VC മോഹനൻ കുന്നുമേൽ നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ എല്ലാം ഉണ്ടെങ്കിലും ഇന്ന് വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതെ അവരുടെ ശക്തി പ്രകടനമായി SFIയുടെ ശക്തി പ്രകടനമായി ഇന്നത്തെ മാർച്ച് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നതും. SKN.